അവിടെ നിന്നും കമൽ തുടരുന്നു. കമൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? എങ്ങനെയാണ് അവിടെ ഇപ്പോൾ ഈ ചൂരൽമലയിൽ രക്ഷാ ദൗത്യം പുരോഗമിക്കുന്നത്? ഇനിയും ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ, മണ്ണിനടിയിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുകയാണോ? മോത്തി ഇപ്പൊ അടക്കം ഒരു ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ വെള്ളാർമല സ്കൂളിനടുത്ത് നിന്ന് കൊണ്ടുപോയി. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 36 മരണം സ്ഥിരീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ചാലിയാറിൽ നിന്നുള്ള 11 ഉൾപ്പെടെയാണ്. 25 മരണം ഇവിടെ മാത്രം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഇനിയും എത്ര ഉയരുമെന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഒരുപാട് ആളുകൾ മിസ്സിംഗ് ഉണ്ട്. വളരെ അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ചൂരൽമലയിലെ സാഹചര്യം തന്നെ വളരെ ഗുരുതരമാണ്. മുണ്ടക്കയിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നതേ ഇല്ല. അവിടുത്തെ എന്താണ് അവസ്ഥ എന്നറിയില്ല. പരിക്കേറ്റവരുണ്ട്, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഗുരുതരമായ സാഹചര്യം. എല്ലാ സംവിധാനങ്ങളും നിസ്സഹായമായി നിൽക്കുന്ന അവസ്ഥ. കാരണം ചൂരൽമലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, വനം വകുപ്പുണ്ട്, അതുപോലെ ആംബുലൻസുകൾ. ഈ പ്രദേശത്തെ ആംബുലൻസുകൾ മുഴുവൻ ഇവിടെ കേന്ദ്രീകരിക്കുന്നു. സേവന സന്നദ്ധരായ ഒരുപാട് ആളുകളുണ്ട്. ചൂരൽമലയിൽ അത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു. പക്ഷേ മറുകരയിലേക്ക് ആക്സസ് ഇല്ല, കാണാനില്ല എന്നുള്ള വിവരം ആശുപത്രിയിൽ നിന്ന് അവരുടെ സുഹൃത്ത് അല്പം മുമ്പ് വ്യക്തമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതീവ ദുർഘടമായ പ്രദേശങ്ങളാണ്. മലനിരകളും തേയില തോട്ടങ്ങൾ, അതിനിടയിലൂടെയുള്ള വഴികൾ, പലയിടത്തും നീർച്ചാലുകളുണ്ട്. ഈ വലിയ മഴയുടെയും അതുപോലെ ഈ ഉരുൾപൊട്ടലിന്റെയും ഒക്കെ ഭാഗമായി ചെറിയ നീർച്ചാലുകൾ പോലും കുത്തിയൊഴുകുന്ന സാഹചര്യമുണ്ട്. പലയിടത്തും മുറിച്ചു കടക്കാൻ കഴിയുന്നുണ്ടാവില്ല. പുഴ മുറിച്ചു കടക്കാതെ മറ്റ് കുറുക്കു വഴികളിലൂടെ പോയി പുഴയുടെ വീതി കുറഞ്ഞ ഭാഗത്തുകൂടെ മുറിച്ചു കടക്കാനൊക്കെയുള്ള ശ്രമങ്ങളെ കുറിച്ചൊക്കെയാണ് നേരത്തെ സംസാദും ടി സിദ്ദിഖ് MLA യും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ അതൊക്കെ വിജയിച്ചിട്ടുണ്ടോ, ആളുകൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞോ ഒന്നും നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നില്ല. എന്തായാലും മുണ്ടക്കയിലെ സ്ഥിതി ആശങ്കാജനകമാണ്. ഹെലികോപ്റ്റർ ഇറങ്ങണമെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം പോലുമില്ല. അവിടെ ഒരു LP സ്കൂളാണ്. മുമ്പ് നമ്മൾ ആ സ്കൂളിലൊക്കെ പോയി വാർത്ത എടുത്തിട്ടുണ്ട്, മുണ്ടക്കൈ LP സ്കൂളിൽ. പക്ഷേ ആ ഗ്രൗണ്ടൊക്കെ വളരെ മോശം അവസ്ഥ. ഹെലികോപ്റ്ററിന് ഇറങ്ങാവുന്ന സാഹചര്യമൊന്നും ഇല്ലാത്ത അവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത്. മോത്തി നടുങ്ങി നിൽക്കുകയാണ്. കേരളം ഏറ്റവും അവസാനം ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് 36 മരണമുണ്ടായി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പല ഭാഗങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. മുണ്ടക്കൈ ഭാഗത്തേക്കൊന്നും കടന്നു ചെല്ലാൻ പോലും കഴിയുന്നില്ല. രക്ഷാപ്രവർത്തകർക്ക് മുന്നിൽ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. ഒഴുകി വന്നിട്ടുള്ള മരങ്ങളും കല്ലുകളും ഒക്കെ നിരന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിനപ്പുറത്തേക്ക് എത്ര മനുഷ്യർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, ജീവന് വേണ്ടി നിലവിളിക്കുന്നുണ്ട് എന്നുള്ള വലിയ ആശങ്കയിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്.